ദ്വാരകയിലെ ആ ക്ഷേത്രവാതിൽ തുറന്നപ്പോൾ കണ്ടത് ലോകത്തെ ഞെട്ടിച്ച കാഴ്ചയായിരുന്നു. അവിടെ മീരാഭായി ഉണ്ടായിരുന്നില്ല. പകരം കൃഷ്ണ വിഗ്രഹത്തിൽ ഒരു സാരിത്തുമ്പ് മാത്രം. എങ്ങനെയാണ് മീരാഭായി ഭഗവാനിൽ ലയിച്ചു ചേർന്നത്? രാജസ്ഥാനിലെ ഒരു രാജകുടുംബത്തിലാണ് മീരാഭായി ജനിച്ചത്. കൊട്ടാരത്തിൽ സകല സൗകര്യങ്ങൾക്കും നടുവിലായിരുന്നുവെങ്കിലും മീരാഭായിയുടെ മനസ്സ് എപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പാദങ്ങളിലായിരുന്നു. എന്റെ ഭർത്താവ് ഗിരിധര ഗോപാലൻ മാത്രമാണ് എന്നുറച്ചു വിശ്വസിച്ച മീരാഭായിക്ക് രാജകൊട്ടാരത്തിലെ ആചാരങ്ങളോ രാജകീയ ജീവിതമോ ഒട്ടും പ്രിയപ്പെട്ടതായിരുന്നില്ല. തന്റെ ഭക്തിയുടെ പേരിൽ കൊട്ടാരത്തിൽ നിന്ന് മീരാഭായിക്ക് ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. മീരാഭായിയെ വധിക്കാനായി രാജകുടുംബം വിഷം കലർത്തിയ പാൽ കൊടുത്തുവിട്ടു. എന്നാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് ആ വിഷം കുടിച്ച മീരാഭായിക്ക് ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. അത് അമൃതായി മാറി. നാഗത്തെ പെട്ടിയിലാക്കി അയച്ചപ്പോൾ അത് കൃഷ്ണ വിഗ്രഹത്തിന് ചാർത്താനുള്ള പൂമാലയായി മാറി. ഒടുവിൽ സഹികെട്ട് മീരാഭായി കൊട്ടാരം ഉപേക്ഷിച്ച് തന്റെ പ്രിയപ്പെട്ട കൃഷ്ണനെ തേടി ഇറങ്ങി തിരിച്ചു. വർഷങ്ങൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ മീരാഭായി ദ്വാരകയിൽ എത്തിച്ചേർന്നു. അവിടെയുള്ള പ്രസിദ്ധമായ ദ്വാരകാധീശ ക്ഷേത്രമായിരുന്നു മീരാഭായിയുടെ അവസാനത്തെ അഭയസ്ഥാനം. മീരാഭായിയുടെ കീർത്തി നാടെങ്ങും പരന്നു. ഇതറിഞ്ഞ രാജാവ് തന്റെ തെറ്റുകൾ തിരുത്താൻ തീരുമാനിക്കുകയും മീരാഭായിയെ തിരികെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബ്രാഹ്മണരെ ദ്വാരകയിലേക്ക് അയക്കുകയും ചെയ്തു. പക്ഷേ മീരാഭായിക്ക് ആ കൊട്ടാരത്തിലേക്ക് മടങ്ങാൻ താല്പര്യമില്ലായിരുന്നു. മീരാഭായി അവരോട് പറഞ്ഞു, എനിക്ക് എന്റെ ഭഗവാനോട്, എന്റെ ശ്രീകൃഷ്ണനോട് അനുവാദം ചോദിക്കണം. ആ സമയം ക്ഷേത്രത്തിൽ ദീപാരാധന നടക്കുകയായിരുന്നു. ഭക്തജനങ്ങളുടെ ജയ് ശ്രീകൃഷ്ണ എന്ന വിളികൾക്കിടയിൽ മീരാഭായി ശ്രീകോവിലിനുള്ളിലേക്ക് കയറി. കയ്യിലുള്ള തമ്പുരു മീട്ടി അവൾ പാടാൻ തുടങ്ങി. അവളുടെ പാട്ടിൽ അലിഞ്ഞു ചേർന്ന ഭക്തർ കണ്ണുകളടച്ച് ആ സംഗീതത്തിൽ മുഴുകി. ഭക്തിയുടെ പരകോടിയിൽ മീരാഭായി ശ്രീകൃഷ്ണ വിഗ്രഹത്തെ ആലിംഗനം ചെയ്തുകൊണ്ട് പാടി, അല്ലയോ നാഥ, ഈ ലോകം എനിക്ക് അന്യമാണ്, എന്നെ നിന്നിലേക്ക് ചേർക്കുകയില്ലേ? പെട്ടെന്ന് അവിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ക്ഷേത്രത്തിലെ വാതിലുകൾ താനെ അടഞ്ഞു. ഉള്ളിൽ നിന്ന് വലിയൊരു പ്രകാശം പുറത്തേക്ക് വന്നു. കുറച്ചു സമയത്തിന് ശേഷം വാതിൽ തുറന്നു നോക്കിയപ്പോൾ അവിടെ മീരാഭായി ഉണ്ടായിരുന്നില്ല. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിൽ മീരാഭായി ധരിച്ചിരുന്ന സാരിയുടെ ഒരു തുമ്പ് മാത്രം ചുറ്റിക്കിടക്കുന്നു. മീരാഭായി തന്റെ പ്രിയപ്പെട്ട ഗിരിധര ഗോപാലനിൽ എന്നേക്കുമായി ലയിച്ചു ചേർന്നിരിക്കുന്നു. മരണമില്ലാത്ത ആ ഭക്തിയുടെ കഥ ഇന്നും ദ്വാരകയിലെ തിരമാലകൾക്കൊപ്പം ഭക്തർ പാടിക്കൊണ്ടിരിക്കുന്നു. മീരാഭായിയുടെ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പാഠം യഥാർത്ഥ ഭക്തിയുടെ ശക്തിയാണ്. ലോകം മുഴുവൻ എതിർത്താലും നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ ഭഗവാൻ നമ്മെ കൈവിടില്ല എന്ന് മീരാഭായി കാണിച്ചു തരുന്നു. കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളെക്കാൾ വലുത് മനസ്സിന്റെ സമാധാനമാണെന്നും ആത്മാർത്ഥമായ സ്നേഹത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ആർക്കും ഭഗവാനിലേക്ക് എത്തിച്ചേരാമെന്നും മീരാഭായിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. പ്രതിസന്ധികളെ ഭയപ്പെടാതെ നേരിടാനുള്ള ധൈര്യമാണ് ഈ കഥ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. മീരാഭായിയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. രാധേ കൃഷ്ണ, രാധേ കൃഷ്ണ.